തളടർന്നു വീണു പോകയോ, നാഥമിഴി നനഞ്ഞുലഞ്ഞു തൂകയോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹത്തിൻ്റെ ഭാഷ. സ്വർഗത്തിലേക്ക് പോകാൻ നമ്മൾ പഠിക്കേണ്ട ഒരു ഭാഷയാണ് സ്നേഹത്തിൻ്റെ ഭാഷ. ഈ ഭാഷ പഠിച്ചിട്ട് വേണം സ്വർഗത്തിലേക്ക് ചെല്ലാൻ. ദൈവം ചോദിക്കും നമ്മളവിടെ ചെല്ലുമ്പോൾ, നിനക്ക് ഈ ഭാഷ അറിയാവോ? ഭൂമിയിൽ ഈ ഭാഷ അറിയുന്നവർക്ക് മാത്രമാണ് സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. ജർമ്മൻ ഭാഷ പഠിച്ച് B2 പാസ്സായാലാണ് ജർമ്മനിയിൽ ജോലിക്ക് പോകാൻ പറ്റുള്ളൂ. ഓസ്ട്രേലിയയിലേക്ക് വരണമെങ്കിൽ IELTS നമ്മൾ പഠിക്കണം. അപ്പോൾ ഇത് പഠിച്ചില്ലെങ്കിൽ നമുക്ക് വരാൻ പറ്റില്ല. അപ്പോൾ സ്വർഗത്തിലേക്ക് പോകാനും നമുക്കൊരു ഭാഷയുണ്ട്. ആ ഭാഷയ്ക്ക് പറയുന്നതാണ് സ്നേഹത്തിൻ്റെ ഭാഷ. അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ ഭാഷ എന്താണ്? സ്നേഹത്തിൻ്റെ ഭാഷയ്ക്ക് 5 സ്ലാങ്ങുകളുണ്ട്. അത് നമ്മൾ ശരിക്കും പഠിച്ചേ പറ്റുള്ളൂ, ഉപയോഗിച്ചേ പറ്റുള്ളൂ. എന്നാലേ നമുക്ക് സ്വർഗത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഒന്നാമത്തേത് സമയം. അതാണ് ഒന്നാമത്തെ സ്ലാങ്. നമുക്ക് ദൈവം തന്ന വലിയൊരു ഗിഫ്റ്റാണ് നമ്മുടെ സമയം. ആ സമയം പ്രോപ്പറായി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്, നന്നായി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. പള്ളിയിൽ പോകേണ്ട സമയമുണ്ട്, സഹായം ചെയ്യേണ്ട സമയമുണ്ട്, അങ്ങനെ ഒരുപാട് സമയങ്ങൾ നമ്മുടെ കൺമുമ്പിലുണ്ട്. ആ സമയം കൃത്യമായി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഒരിക്കലൊരു മകൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, വലിയ ഒരത്ഭുതം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. അങ്ങനെ പള്ളിയിലൊന്നും ആക്റ്റീവല്ല അവൻ. എന്താണ് സംഭവിച്ചത്? ഞാൻ ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ മഴയുണ്ടായിരുന്നു, കാറ്റുണ്ടായിരുന്നു. ആ കാറ്റത്ത് വഴിയിൽ ഒരു മരം വീണു. ആ മരം വീണിട്ട് ഞാൻ അങ്ങോട്ട് കവർ ചെയ്തപ്പോൾ മരം വീണു. മരത്തിൻ്റെ ഒരു ചില്ല ചെറുതായിട്ട് എൻ്റെ ബൈക്കമ്മ മുട്ടി ഞാനൊന്ന് വീണു. എനിക്ക് ചെറിയ സാരമായ പരിക്കേ ഉള്ളൂ. പക്ഷേ ഒരു സെക്കൻഡ് ഇപ്പുറമായിരുന്നെങ്കിൽ ആ മരം എൻ്റെ ദേഹത്ത് വീഴുമായിരുന്നു, ഞാൻ മരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ, ആ ദൈവത്തിൻ്റെ സമയമാണത്. നീ നിൻ്റെ സമയം ഇനി ദൈവത്തിന് കൊടുക്കുക. അവൻ അന്ന് മുതൽ പള്ളിയിലെ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരു മെമ്പറായി മാറി. അച്ഛൻ്റെ കൂടെ തന്നെ നടക്കുന്ന ഒരു മെമ്പറായി. അപ്പോൾ സമയം എന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷയുടെ ഒരു സ്ലാങ്ങാണ്. രണ്ടാമത്തേത് സ്പർശമാണ്. സ്പർശം, സ്നേഹത്തിൻ്റെ ഒരു സ്പർശമുണ്ട്. കോവിഡ് കാലത്ത് നോ ടച്ചിങ് ആണ്, ആരെയും സ്പർശിക്കാൻ പാടില്ല. പക്ഷെ സ്നേഹത്തിൻ്റെ ഒരു സ്പർശം വേണ്ടി വരുന്നൊരു സമയമുണ്ട്. നമുക്കറിയാലോ, ഈശോ തൊട്ടവരും ഈശോയെ തൊട്ടവരും സുഖപ്പെട്ടു. അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ ഒരു സ്പർശം നമ്മിലുണ്ടാവുക എന്നുള്ളതാണ്. അത് ദൈവത്തിൻ്റെ മുമ്പിലെ സ്വർഗത്തിൻ്റെ ഭാഷയുടെ ഒരു സ്ലാങ്ങാണ്. സ്നേഹത്തോടെയുള്ള ഒരു സ്പർശം നമുക്കുണ്ടാവണം. മൂന്നാമത്തേത് സംസാരമാണ്. നല്ല സംസാരങ്ങൾ. വാക്ക് അളന്ന് തൂക്കി പറയണമെന്ന് പറയാറുണ്ട്. ആ വാക്ക് ഒരാളെപ്പോലും മുറിപ്പെടുത്തുന്ന വാക്ക് നമ്മിൽ നിന്ന് വരരുത്. അപ്പോൾ സംസാരം മനോഹരമായിരിക്കുക. ചില സംസാരങ്ങൾ നമ്മളെ രക്ഷിക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഒരു ഉദാഹരണമാണ് നല്ല സമരിയാക്കാരിയുടെ. അവർ വെള്ളമെടുക്കാൻ വന്നതാണ്. ആ സമരിയാക്കാരി സ്ത്രീ വെള്ളമെടുക്കാൻ വന്നപ്പോൾ ഈശോയായി ഒന്ന് സംസാരിച്ചതേ ഉള്ളൂ. പക്ഷെ ആ സംസാരത്തിൽ നിന്ന് ഒരു ഈശോ അനുഭവത്തിലേക്ക് അവൾ കടന്നു വരുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ സംസാരം, നല്ല വാക്കുകൾ, മറ്റുള്ളവർക്ക് നന്മയാകുന്ന വാക്കുകൾ ഉപയോഗിക്കാൻ പറയുക. നാലാമത്തേത് സമ്മാനമാണ്, ഗിഫ്റ്റ്. മറ്റുള്ളവർക്ക്
കൊടുക്കാൻ പറ്റുന്ന മനോഹരമായ സമ്മാനം. UN നടത്തിയ ഒരു ടെസ്റ്റുണ്ട്. മാതാപിതാക്കൾക്ക് മക്കൾ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനം എന്താണ്? അപ്പോൾ ഒരു കൊച്ചെഴുതിയത് ഇതാണ്. അതാണ് ഏറ്റവും നല്ലതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. മാതാപിതാക്കൾക്ക് മക്കൾ എന്നുള്ള നിലയിൽ കൊടുക്കാൻ പറ്റിയ സമ്മാനം, ജീവിതാവസാനം വരെ അവർ സന്തോഷം അനുഭവിക്കുക, ആ സന്തോഷത്തിൻ്റെ കാരണം മക്കളായിരിക്കുക. അതാണ് നമ്മുടെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നൊരു സമ്മാനം ഒരാൾക്ക് പോലും വേദനയുണ്ടാക്കുന്നത് ഉണ്ടാവരുത്. ദൈവം നമുക്ക് തന്ന സമ്മാനം എന്താ? ലാസ്റ്റ് മരിക്കുന്നതിന് മുമ്പ് ക്രിസ്തു നമുക്ക് തന്നൊരു സമ്മാനമാണ് വിശുദ്ധ കുർബാന. ഇതാ മക്കളെ, ഇതാണ് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞ് ഈശോ തന്ന മനോഹരമായൊരു സമ്മാനമാണ്. ഇനി കുരിശിൽ കിടന്നുകൊണ്ട് യോഹന്നാനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അത് ഈശോ തന്നൊരു സമ്മാനമാണ്. അമ്മയെ നമുക്ക് ഈശോ തന്നത് സമ്മാനം. അഞ്ചാമത്തേത് സഹായമാണ്. മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ്. അത് വലിയ സ്നേഹത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റണം, നല്ല സ്നേഹത്തോടെ ചെയ്യാൻ പറ്റണം. മരിക്കുന്നതിന് മുമ്പ് കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചിട്ട് പാദങ്ങളൊക്കെ കഴുകി ആ പാദങ്ങളിൽ ചുംബിച്ചു. ഇന്നും പെസഹാ നാളിൽ നമ്മളിത് അനുവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു നേർച്ചയായി നമ്മളിത് ചെയ്യുന്നുണ്ട്. അത് ദൈവം കൊടുത്ത വലിയൊരു സഹായമാണ്, മരിക്കുന്നതിന് മുമ്പ് കൊടുത്ത ഒരു സഹായം. അപ്പം അങ്ങനെ സ്നേഹത്തിന് ഒരുപാട്, ആ സ്നേഹത്തിൻ്റെ ഭാഷയ്ക്ക് ഇങ്ങനെ ഒരുപാട് സ്ലാങ്ങുകളുണ്ട്. ഈ സ്നേഹത്തിൻ്റെ ഭാഷ സ്വന്തമാക്കിയാൽ മാത്രമാണ് നമുക്ക് സ്വർഗത്തിലെത്താൻ പറ്റുള്ളൂ. അവിടെ ചെല്ലുമ്പോൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, സ്നേഹത്തിൻ്റെ ഭാഷ പാസ്സായോ? അത് പാസ്സായെങ്കിൽ സ്വർഗത്തിലേക്ക് നമുക്ക് എൻട്രി ഉണ്ട്. ഈ ഭാഷയെ സ്വന്തമാക്കാൻ നമുക്കാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇതളടർന്നു വീണു പോകയോ, നാഥമിഴി നനഞ്ഞുലഞ്ഞു തൂകയോ, കരളുരുകി കഥനവീഥിയിൽ ഏകനായി നിൽക്കയാണു ഞാൻ, കരളുരുകി കഥനവീഥിയിൽ ഏകനായി നിൽക്കയാണു ഞാൻ. ഇതളടർന്നു വീണു പോകയോ, നാഥമിഴി നനഞ്ഞുലഞ്ഞു തൂകയോ.